അസ്സലാമലൈക്കും. ടു എങ്ങനെ വർക്ക് ചെയ്തെന്ന് നോക്കണ്ടേ? ആദ്യം കാണിക്കുന്നത് ഗെറ്റ് ഡയറക്ഷനാണ്. ഞാൻ അതേ സ്ഥലത്താണുള്ളത്, അതുകൊണ്ട് അത് ഇതായിട്ടില്ല. അപ്പോൾ ആ ഡയറക്ഷനാണ് ഹോട്ടലിലേക്ക് പോകേണ്ടത്. അടുത്ത് താഴത്തുള്ളത് ഹോട്ടലിന് എത്തിയതിന് ശേഷം അടിക്കാനുള്ളതാണ്. അത് അടിച്ചതിന് ശേഷം ഫുൾ ഡീറ്റെയിൽസ് വരും. ഓർഡർ ID നമ്പർ ഉണ്ടാവും. ആ ലാസ്റ്റ് മൂന്നക്കമില്ലേ, അതാണ് ഹോട്ടലിൽ ചോദിക്കാറ്. ആക്കാണ് പറയേണ്ടത്. ആ ഫോളോ ദി സ്റ്റെപ്പില്ല, അവിടെ അടിച്ചാൽ ആ ലാസ്റ്റ് ക്വസ്റ്റ്യൻ മാർക്ക് അവിടെ അടിച്ചാൽ ഹോട്ടലിൻ്റെ ഫോട്ടോസൊക്കെ കാണിക്കും. അപ്പോൾ നമ്മൾ ചില ലൊക്കേഷനിലൊക്കെ ചിലപ്പോൾ കുറച്ച് അപ്പുറത്ത് പുറകിലൊക്കെ കാണിക്കും. അപ്പോൾ ഫോട്ടോസ് നോക്കിയിട്ട് നമുക്ക് പോവാം. പിന്നെ അതിൻ്റെ താഴെയുള്ളത് കസ്റ്റമറിൻ്റെ ലൊക്കേഷൻ്റെ ഇതാണ്. അപ്പോൾ വെരിഫൈ ഓർഡർ ID ഡീറ്റെയിൽസ് നോക്കുക. എന്നിട്ട് അവിടെ പറയാം ഹോട്ടലിൽ ഡൺ അടിക്കുക. പിന്നെ സാധനം കളക്ട് ചെയ്തതിന് ശേഷം കളക്ട് അടിക്കുക. മർച്ചൻ്റ് റേറ്റ് അത് ഫുള്ളായിട്ട് സ്റ്റാർ കൊടുത്ത്, പിന്നെ ആ ഹോട്ടലിൻ്റെ ലൊക്കേഷൻ അതും ഫുള്ളായിട്ട് കൊടുത്ത്, പിന്നെ സ്റ്റാർട്ട് ഡ്രൈവാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് വീഡിയോ ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഫോളോ ചെയ്യണം, മറ്റു സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ. ജോബ് ഒക്കെ ഉപകാരപ്പെടുമല്ലോ. അപ്പോൾ 4 കിലോമീറ്ററാണ് കസ്റ്റമർ ലൊക്കേഷൻ, 9 മിനിറ്റ് ഉണ്ട്. അവിടെ എത്തിയതിന് ശേഷം അടിയിലത്തെ ഭാഗം ഇതാവും, അറ്റ് ദി പോയിന്റ് ബ്ലൂ കളറോ. അതായതിനു ശേഷം കസ്റ്റമറിനെ കോണ്ടാക്ട് ചെയ്യുക. കസ്റ്റമർ മെസ്സേജ് കൂടെ കോളും ചെയ്യാം. ഗ്രീൻ കളറ് കാണിക്കുന്നുള്ളത് ഓൺലൈനിൽ പേ ചെയ്താണ്. പിന്നെ റെഡ് കാണിക്കുന്നുണ്ടെങ്കിൽ പേ ചെയ്തിട്ടില്ല. അപ്പോൾ ഫുഡ് ഹാൻഡ് ഓവർ ചെയ്യരുത്. ചിലത് ക്യാഷ് എമൗണ്ട് ഉണ്ടാവും, അത് ക്യാഷ് എമൗണ്ട് അവിടെ കാണിക്കും. ഓർഡർ കൊടുത്തു കഴിഞ്ഞപ്പോൾ ഐ ഹാവ് ഹാൻഡഡ് ഓർഡർ എന്നുണ്ടല്ലോ, അത് ക്ലിക്ക് ചെയ്താൽ പിന്നെ സ്വിപ്പ് ചെയ്യുക, ബ്ലൂ കളർ. ഈ സ്റ്റാർ കസ്റ്റമർക്കുള്ള റേറ്റാണ് ഫസ്റ്റ് ഉള്ളത്. രണ്ടാമത്തെ കസ്റ്റമറുടെ ലൊക്കേഷന് നല്ല ഫുൾ ഏരിയ, അപ്പോൾ നല്ല ഏരിയ ആണെങ്കിൽ ഫുൾ സ്റ്റാർ കൊടുത്താൽ മതി. അതിന് താഴെ കണ്ടിന്യൂ ടു ഓട്ടോ അക്സെപ്റ്റ്. അത് തുടർന്ന് വേണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മൾ പെട്ടെന്ന് വേറെ സ്ഥലത്തേക്ക് പോകുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അടുത്ത ഓർഡർ കാണിയും, ഓട്ടോമാറ്റിക്കലി വെച്ചിട്ടുണ്ടാകും, സ്പോട്ടിൽ കാണിയും, പിന്നെ പോകാൻ പറ്റില്ല. വർക്ക് ചെയ്യുന്നതിന് ശേഷമേ പോകാൻ പറ്റുള്ളൂ. അപ്പോൾ അത് ശ്രദ്ധിച്ചിട്ട് നമ്മൾ ചെയ്യുക. വേണമെങ്കിൽ ഇതാക്കാം, വേണ്ടെങ്കിൽ ഓഫ് ചെയ്തേക്കാം. അപ്പോൾ ഓക്കെ, ഇൻഷാ അല്ലാഹ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ഫോളോ ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം. അപ്പോൾ ഇതൊക്കെയാണ് ഇൻഷാ അല്ലാഹ്.